ലക്ഷ്യമാണെന്ന് മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോ അതാണ് എന്റെ ആവശ്യം. അക്ഷയപാത്രം നടത്താൻ വേണ്ടി എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുക എന്നുള്ളത് എന്റെയും കൂടി ആവശ്യമാണ്. അത് ഞാൻ ചെയ്തോളാം. ഈ നോട്ടീസിന്റെ അവസാനത്തെ ദിവസം എന്റെ കുഞ്ഞി ഭൂമിയിലേക്ക് ജനിക്കുവാൻ വേണ്ടി ഡോക്ടർ കുറിച്ച് തന്ന തീയതിയാ. രണ്ടും ഒരേ ദിവസം. എന്റെ കുഞ്ഞി ഭൂമിയിലേക്ക് കണ്ണു തുറക്കുമ്പോ ഈ കുടുംബം ഒരേ മനസ്സോടെ ജീവിക്കാൻ തുടങ്ങണം. നമ്മളെയും അവള് തന്നെ രക്ഷിക്കുന്ന. അമ്മേ, അമ്മയോടൊരു കാര്യം പറയാനുണ്ട്. അമ്മ കേക്കുന്നുണ്ടോ? അമ്മേ, വലിയൊരു ആപത്ത് വരാൻ പോവാ. അച്ഛന്റെ ആത്മാവിനെ ബന്ധിക്കാൻ പോവാ. അമ്മേ, തളച്ചിടാൻ പോവാ. അമ്മേ, അച്ഛനെ തളച്ചിടാൻ പോവാ. പറ, എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറ. അച്ഛന്റെ ആത്മാവിനെ തളച്ചിടാൻ പോവാന്ന്. വൈദേഹി പ്ലീസ് റിലാക്സ്. നീ ഒന്ന് ശാന്താവ്. പ്ലീസ് റിലാക്സ്. എനിക്കും ഈ സംശയം ഉണ്ടായിരുന്നു വൈദേഹി. അച്ഛൻ നമ്മുടെ കൂടെ തന്നെ ഉള്ള പോലെ എപ്പോഴും തോന്നിയിരുന്നു. പിന്നെ എന്താന്നറിയില്ല, നമ്മൾ ഇന്ന് അകന്നു പോകുന്നത് പോലെയും തോന്നിയിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും അച്ഛനും നമ്മുടെ കുഞ്ഞാവേയും നമ്മുടെ രക്ഷ തന്നെയാ വൈദേഹി. അതല്ല ദേവേട്ട, അച്ഛന്റെ ആത്മാവിനെ തളച്ചിടാൻ പോവാത്രേ. എന്റെ വൈദേഹി, എന്താ ഇത്? നീ ഇത്രയ്ക്കധികം പേടിക്കാൻ തുടങ്ങിയ പിന്നെ നിന്റെ വയറ്റി കിടക്കുന്ന നമ്മുടെ കുഞ്ഞാവ എത്രമാത്രം പേടിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നീ നല്ല ധൈര്യമായിട്ടിരിക്കണം. നമുക്കൊന്നും പറ്റില്ല. നമ്മുടെ കുഞ്ഞി ലോകത്തെത്തുമ്പോഴേക്കും ഈ വീട് നമുക്ക് ശരിക്കൊരു വൃന്ദാവനമാക്കി മാറ്റണം. പ്രത്യേകിച്ച് ആ 3 പേരുടെയും സ്വഭാവം മാറണം. നമ്മുടെ കുഞ്ഞിന് നേരെയുള്ള അവരുടെ ചതികൾക്ക് അറുതി ഉണ്ടാക്കണം. അതിനൊരു വഴിയുമില്ല. അവരല്ലേ ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കള്. അത് നമുക്ക് മാറ്റിയെടുക്കണം വൈദേഹി. നമ്മളെ എങ്ങനെ ചതിക്കുഴി വീഴ്ത്തണമെന്ന് ചിന്തിക്കുന്നതിന് പകരം അവരെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നിടത്ത് പ്രശ്നങ്ങൾ തീരും. ശരിക്കും പറഞ്ഞ ഈ പകയേക്കാളും വിദ്വേഷത്തെക്കാളും ഒക്കെ സ്നേഹത്തിനാണ് ജീവിതത്തിൽ പ്രാധാന്യം എന്ന് അവർ മനസ്സിലാക്കണം. അങ്ങനെ സംഭവിക്കുന്ന ദിവസം നമ്മുടെ കുഞ്ഞിന്റെ ആപത്ത് നീങ്ങിക്കിട്ടും. ശരിയാണ് ദേവേട്ട. ഇത്രയും കാലവും അജയേട്ടൻ അനങ്ങാൻ പോലും പറ്റാതിരിക്കായിരുന്നു. അതിന്റെ അകൽച്ച ഊർമിളയെടുത്തേക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അജയേട്ടൻ ഒരു കുറവുമില്ലല്ലോ. ഊർമിളയെടുത്ത് അജയേട്ടനെ സ്നേഹിക്കാൻ തുടങ്ങണം. അപ്പൊ നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് സമയം കിട്ടില്ല. അതേപോലെ വരുണിനെയും സുഹാസിനി ചിരമയും മാറ്റിയെടുക്കാൻ ഒരു മാർഗം കണ്ടെത്തണം. എന്തെങ്കിലും ഒരു വഴി തെളിയും. നമ്മുടെ കുഞ്ഞുവാവ ഈ ലോകത്തിലേക്ക് വരുമ്പോഴേക്കും എല്ലാവരിലും മാറ്റം ഉണ്ടാവും. എല്ലാവരും ഒരുമിക്കുകയും ചെയ്യും. തൽക്കാലം ഇപ്പൊ ഒന്നും ഓർത്ത് പേടിക്കാതെ കിടക്ക്. കിടക്കു വൈദേഹി, കിടക്ക്.
വാതില് തുറന്നു തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. ഏത് ശക്തിയാ അകത്തേക്ക് വരുന്നേന്ന് എനിക്കൊന്ന് കാണണം. എന്നുവെച്ചാ ആ ആത്മാവ് എവിടെയെങ്കിലും ഉണ്ടെന്നാണോ പറയുന്നത്? ഇവിടെ എവിടെയോ അല്ല കുട്ടി, നിങ്ങൾ പോകുന്ന ഓരോ സ്ഥലത്തും ഉണ്ട്. കാണണോ നിങ്ങൾക്ക്? കാണണോന്ന്? ആ ആത്മാവിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷയുണ്ടാവില്ലേ? ഉണ്ടാകും. അതിനൊരു മാർഗമുണ്ട്. ആ കാളിദേവിയുടെ ശക്തിയാൽ ഒരു യന്ത്രമുണ്ടാക്കി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കണം. അപ്പോഴാ ആത്മാവിനകത്തേക്ക് കടക്കാനാവില്ല. നിങ്ങൾക്കൊരാപത്തും ഉണ്ടാവുകയുമില്ല. മഹാദേവ, എന്താ ഇവിടെ സംഭവിക്കുന്നേ? എന്തുകൊണ്ടാ എന്റെ വീട്ടിലേക്ക് എനിക്ക് കയറാൻ പറ്റാത്തെ? എന്റെ തലമുറയെ രക്ഷിക്കുന്നതിനായി എന്റെ കുടുംബത്തിന്റെ കാവൽ ദൈവമായി എന്നെ അവരോധിച്ചിട്ട് എനിക്ക് പകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഭഗവാനെ. ഞാനിപ്പോ അകത്തേക്ക് പോയില്ലെങ്കിൽ ആ നീചന്മാരുടെ കുതന്ത്രങ്ങൾ ഞാൻ എങ്ങനെയാണ് അറിയുക? എന്റെ കുടുംബത്തെ ഞാൻ എങ്ങനെ രക്ഷിക്കും? ആ 3 പേരും ചേർന്ന് വീടിന് മന്ത്രത്താഴിട്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് അകത്ത് കിടക്കാൻ പറ്റാത്ത. ആ കൊച്ചു കുഞ്ഞിന്റെ ജീവൻ എടുക്കാൻ അവർ ശ്രമിക്കും. ഒരു വഴി കാണിച്ചു തരണേ മഹാദേവ, എനിക്കൊരു വഴി തുറക്കണേ. ഇത്രയും കാലവും നമ്മളെ ഒരു നിഴല് പോലെ പിന്തുടർന്ന ആത്മാവിന് ഇപ്പോ പടികടന്ന് അകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയാ. അതിരിക്കട്ടെ, ഇവരെ സംരക്ഷിക്കുന്ന ആ ആത്മാവ് ആരായിരിക്കും? വേറെ ആരാവാൻ? അത് ഉറപ്പായിട്ടും വല്യച്ഛൻ തന്നെ ആയിരിക്കും. എടാ, നമ്മുടെ കൈകൊണ്ട് പിടഞ്ഞു മരിച്ചതിന്റെ പക തീർക്കാൻ വന്നതായിരിക്കും. തലമുറയെ രക്ഷിക്കാനുള്ള അത്യാഗ്രഹം മൂത്ത് ശാന്തി കിട്ടാതെ അലയുമായിരിക്കും. അതാ നമ്മുടെ പുറകെ കൂടിയിരിക്കുന്നത്. അതാരുടെ ആത്മാവും ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്ത് ശക്തി ആയിക്കോട്ടെ, ഈ യന്ത്രം ഒരു കലശത്തിലാക്കി ആരും അനക്കാൻ പറ്റാത്തൊരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കണം. ഒരു ശക്തി ഈ വീട്ടിനകത്ത് കയറില്ല. എടാ എടാ വരണേ, വേണ്ടടാ. വരുൺ, സുഹാസിനി, നിന്നെയൊക്കെ എന്താ 3 പേരും കൂടി ഇവിടെ? മോളെ, അവരെന്നെ തളയ്ക്കാൻ നോക്കുക. ആ യന്ത്ര കലശം എടുത്ത് കളയാൻ നോക്ക് മോളെ. അത് നീ വീട്ടിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് എറിയാൻ നോക്ക് മോളെ. അത് വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. എനിക്ക് അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കാനും കഴിയില്ല. എന്താ മിണ്ടാത്തെ? ഈ അസമയത്ത് 3 പേരും കൂടി ഇവിടെ എന്തെടുക്കുക? നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ നിങ്ങളോടാണ് ചോദിച്ചത്. ഞങ്ങൾ നിന്നോടാ ചോദിക്കുന്നേ. ഈ അസമയത്ത് നീ എന്തിനാ ഇവിടേക്ക് വന്നേ? നീ വന്ന കാര്യത്തിന് തന്നെയാ ഞങ്ങളും വന്നിരിക്കുന്നത്. മുറിയിൽ വെള്ളം തീർന്നപ്പോ അത് എടുത്തോണ്ട് പോവാന്ന് കരുതി വന്നതാ. നിങ്ങളെപ്പോലെ കുതന്ത്രം മെനയാൻ വന്നതല്ല. ഏയ്, എന്താ ഈ പറയുന്നത്?
എന്ത് കുതന്ത്രം? നിങ്ങൾ മൂന്നും കൂടി ചേർന്നാ എന്റെ കുഞ്ഞിന് ആപത്താണെന്ന് എനിക്ക് നന്നായി അറിയാം. എന്തോ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് ഉറപ്പാ. പറഞ്ഞോ, വീണ്ടും എന്താ നിങ്ങളുടെ പരിപാടി? എന്നാലേ വന്ന് കണ്ടിട്ട് പോയിക്കോ. നിന്റെ സംശയം അങ്ങ് തീർന്നു കിട്ടുമല്ലോ. വൈദേഹി, ആ കലശത്തിലിരിക്കുന്ന എന്റെ എതിർശക്തിയാ. എടുത്ത് കള മോളെ, ആ കലശം എടുത്ത് മാറ്റി മോളെ. ഗൂഢാലോചനയും കുതന്ത്രവും ഒന്നും ഞങ്ങളുടെ പണിയല്ല വൈദേഹി. നിന്റെ വയറ്റി വളരുന്നില്ലേ, ആ ചെകുത്താന്റെ കുഞ്ഞാ ഇതൊക്കെ ചെയ്യുന്നത്. എഴുത്തി ആ എന്താ എടുത്തേക്ക്? മതി, നിർത്ത്. ഇവിടെ എന്ത് സംഭവിച്ചാലും അത് നിങ്ങളുടെ കളിയാ. ആ ദൈവം പോലും നിങ്ങൾ കുഴിക്കുന്ന കുഴിയിൽ നിങ്ങളെ തന്നെ തള്ളിയിട്ടോണ്ടിരിക്കുന്ന. എന്റെ മഹാദേവ, എനിക്കൊരു വഴി കാണിച്ചതാ ദേവ. എങ്ങനെ ഞാനൊന്ന് അകത്ത് കിടക്കുക? ആവശ്യമില്ലാതെ എന്റെ കുഞ്ഞിനെ കുറ്റം പറയരുത്. നിങ്ങൾ എന്ത് വേണേലും കാണിക്ക. ചെയ്യുന്നതെല്ലാം മോളിൽ ഒരാൾ കാണുന്നുണ്ട്. മോളെ വൈദേഹി, മോളെ വൈദേഹി പോവല്ലേ, മോളെ വൈദേഹി പോവല്ലേ. കലശം എടുത്തോ? നമുക്ക് ധൈര്യമായിട്ട് ഈ വീട്ടിൽ ജീവിക്കാം. നിക്കോടെ. ഇപ്പൊ സമയം എത്രയായി? അത് വാച്ചിലോട്ട് നോക്കിയാ പോരെ. ഉറക്കം വിളിച്ച് ഞാൻ വരുന്നത് നോക്കിയിരിക്കുന്ന എന്തിനാ? സ്നേഹമുള്ള ഭാര്യയാണ് കൂടെ ഉള്ളതെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരില്ല. പക്ഷെ ഭർത്താവിന് വിലയില്ലാത്ത നിന്നെ പോലൊരു ഭാര്യ ഉള്ളപ്പോ ഏത് നേരത്താ പോകുന്നേ, എപ്പോഴാ തിരിച്ചു വരുന്നേ, ആരുടെ ജീവിതം തകർക്കാൻ പോകുന്നെന്നുള്ള പേടി ഉണ്ടാവുകേ. കാലിന് ശേഷി കിട്ടിയതും കോൺഫിഡൻസും കൂടിയെന്ന് തോന്നുന്നു. വാക്കുകൾക്ക് മൂർച്ച കൂടുന്നുണ്ട്. ഇവൻ എന്തിനെഴുന്നേറ്റ് നിന്നൂന്നായിരിക്കും അല്ലേ? ഇത്രയും കാലം എന്റെ നിസ്സഹായാവസ്ഥ മുതലെടുത്ത് നീ നിന്റെ തോന്നിയവസങ്ങളെല്ലാം കാണിച്ചു. ഇനി അതൊക്കെ നടക്കുമെന്ന് വിചാരിക്കണ്ട, ഓർമ്മയിലിരിക്കട്ടെ. ഇതെന്താ, പുരുഷനാണെന്ന് തെളിയിക്കാൻ നോക്കുകയാണോ? പെണ്ണ് പെണ്ണായിരിക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. പെണ്ണായതുകൊണ്ട് മാത്രമാ ഇത്രയും കാലവും കാലില്ലാത്ത ഒരുത്തനെ സഹിച്ച് ജീവിച്ചത്. അല്ലായിരുന്നെങ്കി എപ്പോഴേ കളഞ്ഞിട്ട് പോണ്ടതാ. കൂടെ ഉണ്ടായിരുന്നിട്ടും നീ അത് തന്നെയല്ലേ ചെയ്തത്? എന്നോ തള്ളിക്കളഞ്ഞതാ. നിങ്ങൾക്ക് വേണ്ടി എന്റെ ഒരു ജന്മം മുഴുവൻ കളഞ്ഞവളല്ലേ ഞാൻ. അപ്പൊ ഇങ്ങനെ തന്നെ പറയണം. എന്ത്, നീ എനിക്ക് വേണ്ടി കളഞ്ഞെന്നോ? അല്ല, അത് നിന്റെ അതിമോഹമാ. ദശരഥ രാമവർമ്മയുടെ മൂത്ത മരുമകളെന്ന് പറഞ്ഞ് വിലസാനുള്ള മോഹം. എങ്ങനെയെങ്കിലും രാജ്യഭരണം കൈക്കലാക്കാൻ കാത്തിരിക്കുന്ന യക്ഷിയാണ് നീ. പക്ഷെ നീ വിചാരിക്കുന്നൊന്നും നടക്കില്ല. എന്നെ കുറിച്ച് അറിഞ്ഞൂടെ അജയ? എന്നിട്ട് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു? ഈ ഊർമിളെ ഒന്ന് തീരുമാനിച്ചാ അത് ചെയ്തിരിക്കുമെന്നറിയില്ലേ? അതെനിക്കറിയാം. നീ എന്തും ചെയ്യുമെന്നും എനിക്കറിയാം. പക്ഷെ അതെത്ര നാളുണ്ടാവും? എന്റെ ഭാര്യയായി ഈ വീട്ടിലെ മരുമകളായി കഴിയുന്നിടത്തോളം മാത്രം. എന്നുവെച്ചാ എന്താണാവോ ഉദ്ദേശം? നീ മനസ്സിലാക്കിയത് തന്നെ. കൊട്ടാരം വീട്ടിലെ മരുമകളാണെന്നുള്ള നിന്റെ ഈ പദവി ഞാൻ തീരുമാനിക്കുന്നിടത്ത് നിൽക്കും. നിന്നെ ഞാനങ്ങ് വേണ്ടെന്ന് വെക്കും. ഇനി അങ്ങോട്ട് എന്റെ കൂടെ എന്റെ ജീവിതം പങ്കുവെച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയായി ഇവിടത്തെ ഉത്തരവാദിത്തങ്ങൾ നോക്കി നടത്തുന്ന ഒരാളായി നിന്നാൽ ഈ വീട്ടിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാവും. അല്ലെങ്കിലോ അജയ? നിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നിരിക്കും. എപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ തന്നെയാണ് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് തീരുമാനിക്കുന്നത്. നിന്റെ സ്വഭാവത്തിൽ മാറ്റമില്ലെങ്കിൽ നിന്റെ സ്ഥാനത്തിലും മാറ്റം ഉണ്ടാവും. ആലോചിച്ച് തീരുമാനിക്കുക.
തോന്നിയാസേ കാണിക്കുന്നത്? ഞാൻ ഇവിടെ നിൽക്കുന്ന കണ്ടില്ലായിരുന്നു, പിന്നെ ഇതിന്റെ ലൈറ്റ് ഓഫ് ചെയ്ത അജയ. അമ്മാ, ഇരുളിന്റെ വഴി അപകടകരമാണെന്ന് ഇപ്പൊ മനസ്സിലായോ? പെട്ടെന്ന് വെളിച്ചത്തിലേക്ക് വാ, അല്ലെങ്കിൽ ഇതുപോലെ ജീവിതത്തിൽ ഏതെങ്കിലും കുഴി ചെന്ന് വീണെന്നിരിക്കും. വൈദേഹി, ദേവ റെഡിയാണോ മോളെ? ദേവേട്ടൻ എപ്പോഴേ റെഡിയാ. അജയ, അജയ, ദേവേട്ടാ, ദേവേട്ടാ. ഊർമിളേ, നിന്റെ ഭർത്താവിനോടൊന്ന് പെട്ടെന്ന് താഴേക്ക് വരാൻ പറ. ഊർമിള എവിടെ പോയടാ? ഭർത്താവിന്റെ കാല് തിരിച്ചു കിട്ടിയില്ലേ, അതിന്റെ സന്തോഷത്തില് ഏതെങ്കിലും ഒരു മൂലക്കിരുന്ന് മൂങ്ങുന്നുണ്ടാവും. അജയ, എന്റെ മോൻ മിടുക്കനായല്ലോ. എനിക്ക് എത്ര സന്തോഷമെന്നറിയോ. മോനെ, ഞങ്ങളും കൂടെ വരുന്നുണ്ട്. ഓഫീസിലേക്കോ? അതെന്തിനാ? ഓഫീസിലേക്ക് അല്ലടാ ദേവാ, അമ്പലത്തിലേക്ക്. അജയന്റെ കാല് നേരെയാവാൻ ഒരു വഴിപാടുണ്ടായിരുന്നു, അതിനി വെച്ച് താമസിപ്പിക്കണ്ടല്ലോ. അതുവഴി നമുക്ക് രാജഗുരുവിന്റെ ആശ്രമത്തിലും പോയിട്ട് വരണം. ഇപ്പോഴെന്തിനാ രാജഗുരുവിന്റെ അടുത്തേക്ക്? ഈ വീട്ടിൽ അവസാനമില്ലാത്ത പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തണം. മനക്കണ്ണുകൊണ്ട് എല്ലാം അറിയുന്ന ഗുരുക്കള് നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മളെ രക്ഷിക്കേണ്ടതായിരുന്നു. എന്താ കാരണമെന്നറിയില്ല, അതും കൂടെ ഒന്ന് അറിയാവുന്ന കരുതി. എന്നാ പിന്നെ അതും താമസിപ്പിക്കണ്ട. ഗുരുക്കൾ ഇങ്ങോട്ട് വന്നാ എന്റെ കുഞ്ഞ് ഈ വീടിന്റെ ശാപമല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞോളും. അതും ശരിയാ വൈദേഹി. അജയ, ഊർമിള എവിടെയാടാ? അവള് മോളിലുണ്ട്. ഊർമിളേ, ഊർമിളേ, അജയൻ ആദ്യമായിട്ടല്ലേ ഓഫീസിലേക്ക് പോന്നേ? നീ വിളക്കുമായിട്ടൊന്ന് എതിരെ വാ മോളെ, പെട്ടെന്ന് വാ. ഊർമിളേ. സാറില്ല എന്തോമേ, ഞാൻ ഇറങ്ങുക. അജയേട്ടാ നിക്ക്, ഞാൻ ഇപ്പൊ വരാം. എന്തോമേ, എത്ര വട്ടായി നിന്നെ വിളിക്കുന്നു? ഭർത്താവ് ഓഫീസിൽ പോകുമ്പോ ഭാര്യ എതിരെ വരേണ്ടതല്ലേ? എന്തു അമ്മേ, ഷൂട്ടൊക്കെ അയൺ ചെയ്ത് അജയനെ റെഡിയാക്കുമ്പോഴേക്ക് ഒരുപാട് ടയേർഡായിപ്പോയി. അജയന്റെ കാല് ശരിയായത് എനിക്ക് എത്രമാത്രം സന്തോഷമായെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അല്ല, ഞാൻ പറഞ്ഞാലും ആരും അതും മനസ്സിലാക്കി. ഓക്കെ മാഡം. ഓക്കെ മാഡം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, നിങ്ങൾ പൊയ്ക്കോ. ശരി മാഡം. ഓക്കെ മാഡം. കൺഗ്രാറ്റുലേഷൻസ് സർ. താങ്ക് യു. താങ്ക് യു.
ഇത്രയും കാലവും ദേവൻ സാർ എല്ലാം ഒറ്റയ്ക്കാ നോക്കി നടത്തിയത്. ഇപ്പൊ അജയൻ സാറും കൂടി വന്ന സ്ഥിതിക്ക് നമ്മുടെ കമ്പനിക്ക് ഡബിൾ ലാഭം ഉണ്ടാവും. നോക്കിക്കോ. സാറ് വന്നതില് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ് സാർ. താങ്ക് യു സോ മച്ച്. ഓക്കെ സാർ. ഓക്കെ സാർ. കൺഗ്രാറ്റ്സ് അജേട്ടാ. താങ്ക്സ് ഡാ. സാറേ നമ്മുടെ കമ്പനിയിൽ പുതിയൊരു യൂണിയൻ തുടങ്ങിയിട്ടുണ്ട്. കമ്പനിയിൽ ആകെ പ്രശ്നമാ, മിഷൻസ് ഒക്കെ നിർത്തിക്കളഞ്ഞു. സാറ് വന്നൊന്ന് സംസാരിക്കണം. എന്നാ വാ. അജേട്ടാ, അജേട്ടൻ വരണമെന്നില്ല. ഇതൊരു ചെറിയ കാര്യമല്ലേ, ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. ആ, വൈകുന്നേരം നമ്മുടെ കമ്പനിയുടെ ഓഡിറ്റിംഗ് നടക്കുന്നുണ്ട്. അതൊന്ന് നോക്കണേ അജേട്ടാ. നമുക്ക് പോവാം. വാ. ശരി. കെയർഫുൾ ദേവാ. സാറേ ഞാൻ ഡ്രൈവ് ചെയ്തോളാം സാർ. വേണ്ടാടോ, ഞാൻ ഓടിച്ചോളാം. വേണ്ട സാർ, ഞാൻ ഓട്ടിച്ചോളാം. സാർ ഇരിക്കി. അത് സാറില്ലെന്ന് പറഞ്ഞു. അയ്യോ വേണ്ട സാറേ, ഞാൻ ഓട്ടിച്ചോളാം. താക്കോൽ ഇങ്ങത്ത. സാറ് വരൂ. ശരി, എന്നാ വിട്ടു.